നമ്മൾ മലയാളീസായിരിക്കും ഏറ്റവും കൂടുതൽ ഭക്ഷണത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ലേ. നമ്മളൊരു ഫുഡ് ലവറാണ് നമ്മൾ മലയാളീസ്. ഒരുപക്ഷെ നമ്മൾ മലയാളീസ് ഫുഡിനെ ഇത്രയും പ്രണയിക്കുന്ന പോലെ വേറെ ഒരു രാജ്യക്കാരും അല്ല ഒരു നാട്ടുകാരും ഇത്രയും പ്രണയിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം ഞാനേ എന്താ പറയാമെന്ന് വെച്ചാൽ ഞാനൊരു ഫുഡ് കഥ പറയാൻ പോവാം. പുട്ടുകഥ എന്ന് വേണേൽ പറയാം. എൻ്റെ ചെറുപ്പത്തിലേ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അറിയാമല്ലോ, തിങ്കൾ തൊട്ട് വെള്ളി വരെ ഉള്ളൂ നമുക്ക് സ്കൂൾ. അപ്പോൾ ശനിയാഴ്ചയും ഞായറും ലീവും അല്ലേ. അപ്പോൾ ശനിയാഴ്ച ദിവസം ഞങ്ങൾക്ക് ട്യൂഷനുണ്ട്. അപ്പോൾ ഞങ്ങൾ ട്യൂട്ടോറിയലൊക്കെ പോയിട്ട് രാവിലെ 8 മണിക്ക് പോകണം. ഒരു 10-10:30 വരെ ട്യൂഷൻ കാണും. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വരും. വീട്ടിലോട്ട് വരുമ്പോൾ വീടിൻ്റെ വാതിക്കലെത്തുമ്പോൾ ഒരു സ്മെല്ലടിക്കും. എന്താ അറിയോ? നല്ല മത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ നെയ്മത്തിയില്ലേ, ചാളയെന്നൊക്കെ പറയും ചിലയിടത്ത്. ആ നെയ്മത്തി വറുത്ത സ്മെല്ലാണ്. ആ സ്മെല്ലും മണത്തുകൊണ്ടാണ് നമ്മൾ വീട്ടിലോട്ട് വന്ന് കയറുന്നത് എന്തോ വായൊക്കെ എടുത്ത് എറിഞ്ഞിട്ട് നേരെ ചെല്ലുന്ന അടുക്കളയിലോട്ടാണ്. അപ്പോൾ എന്തുണ്ടമ്മേ എന്ന് ചോദിക്കുക. നമുക്കറിയാം ഓൾറെഡി എന്താണെന്ന്. അപ്പോൾ അമ്മ എടാ മത്തിയാടാ എന്ന് പറയും. അപ്പോൾ അമ്മ വിശക്കെന്ന് പറയും. വിശന്നിട്ടല്ല, അത് കഴിക്കാനുള്ള തോര. അപ്പോൾ അമ്മ എന്ത് കൊടുക്കും? പെട്ടെന്ന് നമുക്കൊരു പ്ലേറ്റ് എടുത്തിട്ട്, ഇപ്പോൾ രാവിലെ പുട്ട്, മിക്ക ദിവസം എൻ്റെ വീട്ടിൽ പുട്ടായിരിക്കും കേട്ടോ, എനിക്കിഷ്ടമായത് അതായിരിക്കും ഉണ്ടാക്കുന്നത്. ഇപ്പോൾ രാവിലെ പുട്ടും, എൻ്റെ വായി വെള്ളം ഊറുന്നുണ്ടേ, രാവിലെ പുട്ടും ഈ മത്തി വറുത്തതും എടുത്തങ്ങോട്ട് പാത്രത്തിലോട്ട് വെക്കും. പിന്നെ മുളകിട്ട്, ഈ നെയ്മത്തി മുളകിട്ട് കുടംപുളി ഇട്ട് അമ്മ കറി വെക്കും. അതിൻ്റെ സ്മെല്ലും അതിൻ്റെ രുചിയുണ്ടല്ലോ. അതിൻ്റെ ചാറ് അങ്ങോട്ട് അമ്മ ഈ പുട്ടിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഒഴിച്ചിട്ട് 2 കഷ്ണം മുളകിട്ട മത്തിയും കൂടെ അങ്ങോട്ട് പ്ലേറ്റിലോട്ടിട്ട് തരും. അങ്ങനെ അതും കൊണ്ട് ഞാൻ പോയി ഹാളിൽ പോയി ഇരിക്കും. എന്നിട്ട് ഇപ്പോൾ എല്ലാം TV ഓണാക്കും. നല്ല വൈബുള്ളൊരു പടവും കൂടാണ് സെറ്റ്. എന്നിട്ട് ഈ പുട്ട് അങ്ങോട്ട് കൈ കൊണ്ട് അങ്ങോട്ട് കുരച്ചിട്ടുണ്ടല്ലോ, നമ്മൾ ഈ മീൻ വറുത്തതിൻ്റെ ശകലം ഒന്ന് പിച്ച് ചെയ്യും. ഈ മുളകിട്ട മത്തിയുടെ പീസും കൂടെ എടുത്തിട്ട് നെല്ലെ ഒന്ന് ഞെരടിയിട്ട് ഇങ്ങനെ വായിലോട്ട് ആസ്വദിച്ച് വെക്കണം. ഇങ്ങനെ അതിൻ്റെ ആ ഒരു രുചി ആസ്വദിച്ച് കഴിക്കുമ്പോണ്ടല്ലോ, സ്വർഗ്ഗം എണ്ണാ എന്ന് പറയത്തില്ലേ, അത് തന്നെ. എന്നാ ഫീലാ! അതൊക്കെ ഇനി കിട്ടത്തില്ലെന്നേ. ആ ലൈഫ്, നമ്മുടെ ആ ചെറുപ്പത്തിലെ ആ ലൈഫ്, ഇതൊക്കെ കൂട്ടി കഴിച്ച് അമ്മയൊക്കെ ഉണ്ടാക്കി തരുന്ന ഭക്ഷണത്തിൻ്റെ ആ ടേസ്റ്റൊക്കെ ഇപ്പോഴും നാവിലിങ്ങനെ നിൽക്കും. അതൊക്കെ ഇനി കിട്ടുമോ അല്ലേ? നിങ്ങൾക്ക് ഏത് ഫുഡാണ് ഇഷ്ടം? പുട്ടാണോ അതോ വേറെ എന്തെങ്കിലുമാണോ? ഞാൻ പുട്ട് ലവർ കേട്ടോ.